ടൈം വിത്ത് എപ്സിയനിലെ നവജാത ശിശുക്കൾക്കുള്ള വീഡിയോയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇന്ന് അവതരിപ്പിക്കുന്നത്. ഇന്ന് നമ്മൾ പ്രത്യേകം കൈകാര്യം ചെയ്യുന്നത് 7 മാസം തൊട്ട് 9 മാസം വരെയുള്ള കുട്ടികളുടെ വികസനത്തെ പറ്റിയാണ്. കുട്ടികളുടെ ശാരീരികമായോ മാനസികമായോ പ്രവർത്തനപരമായോ വികസന കുറവുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ അത് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളാണ് ആദ്യത്തെ 1ഉം 2ഉം വീഡിയോകളിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അങ്ങനെയുള്ള കുട്ടികളെ ഡോക്ടർമാർ പറയുന്നതനുസരിച്ച് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിലേക്ക് അയക്കണം എന്ന് ഞാൻ നിങ്ങളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. തീർച്ചയായും 7, 8, 9 മാസങ്ങളിൽ ശിശുക്കൾക്കുള്ള വളർച്ച താമസങ്ങൾ നമുക്ക് വളരെ വേഗം മനസ്സിലാക്കാൻ സാധിക്കും. അതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അത് മാതാപിതാക്കൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കുട്ടികൾ നമുക്ക് ജനിച്ചു കഴിഞ്ഞാൽ അവയെ വളർത്തി പൂർണ്ണ രൂപത്തിലാക്കി അവരെ വിവാഹം കഴിച്ച് അവരെ അയക്കേണ്ടത് മാതാപിതാക്കളുടെ കടമയാണ്. ഈ പ്രായത്തിൽ 7 തൊട്ട് 9 മാസം വരെ പ്രായപൂർത്തി ഉള്ള കുട്ടികളിൽ സാധാരണഗതിയിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. അവർ ശാരീരികവും മാനസികവുമായി വളർന്ന കുട്ടികളാണ്. ഒരുവിധമുള്ള പ്രവൃത്തികൾ, ആക്ടിവിറ്റീസ് കൈകൊണ്ടും കാലുകൊണ്ടും ഒക്കെ അവർക്ക് ചെയ്യാൻ കഴിയും. ആഹാരം നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് കൃത്യമായി ആഹാരം കഴിക്കുന്നു. വേറെ അസുഖങ്ങളൊന്നുമില്ലാതെ തന്നെ അവർ വളർന്നു വരുന്നു. ചുറ്റുപാടുമായിട്ട് അവർ ഇടപഴകുകയും അവരുടെ വാക്കുകൾക്ക് സ്ഫുടത വരികയും ചെയ്യുന്നു. ഈ കാലഘട്ടത്തിൽ ഒറ്റ വാക്കുകൾ പറയാൻ അവർക്ക് സാധിക്കും എന്നതാണ് പ്രധാന കാര്യം. എന്നാൽ വികസന കാലതാമസമുള്ള കുട്ടികളിൽ ഈ നോർമലായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ കാണില്ല. അവരെ ഡോക്ടറിനെ കാണിക്കുകയും ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കുകയും വേണ്ടതാണ്. ഈ കാലഘട്ടത്തിൽ കുട്ടികളുടെ വളർച്ച വളരെ ക്രമത്തോടുകൂടെ നടക്കുന്ന കാര്യമാണ്. 1-ാം മാസം തൊട്ട് 3 വരെയും 4 മാസം തൊട്ട് 7 വരെയും ഒക്കെ കുട്ടികൾ ആഹാരം കഴിച്ച് ക്രമേണ വളർച്ച പ്രാപിച്ചതുപോലെ ഈ 7 തൊട്ട് 9 മാസത്തിലും കുട്ടികൾ വളരുന്നു. അവർക്ക് അസുഖങ്ങൾ കുറവാണ്. എല്ലാ രീതിയിലുള്ള പെരുമാറ്റങ്ങളും ആക്ടിവിറ്റീസും അവർ ചെയ്യുന്നുണ്ട്. അപ്പോഴും മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അവർക്ക് പെരുമാറാനുള്ള സ്ഥലം വീട്ടിനകത്തായാലും പുറത്തായാലും കുട്ടികൾക്ക് പറ്റിയതാക്കണം, യോജിച്ചതാക്കി വയ്ക്കണം. അല്ലെങ്കിൽ അപകടങ്ങൾ സംഭവിക്കാൻ കാരണമാകും. പിന്നെ മാതാപിതാക്കളും ജോലി തിരക്കൊക്കെ ഉണ്ടെങ്കിലും കൃത്യമായി ദിനകൃത്യങ്ങൾ നടത്തുകയും ആഹാരം കഴിച്ച് ആരോഗ്യവാന്മാരായിരിക്കാൻ കരുതൽ എടുക്കുകയും വേണം. പിന്നെ ഈ പ്രായത്തിലാണ് അവർ കയ്യിൽ കിട്ടുന്ന കാര്യങ്ങൾ വായിലിടാനായിട്ട് ശ്രമിക്കുന്നതും കടിക്കാനുള്ള ഒരു ചായ്വ് കാണിക്കുകയും ചെയ്യുന്നു. അത് മുൻനിരയിലും താടിയിലുമൊക്കെ ആദ്യത്തെ പല്ലുകൾ വരാനുള്ള അതിൻ്റെ ഒരു തുടക്കമായിട്ട് വൈദ്യന്മാർ, വിഷുക്കരന്മാർ പറയാറുണ്ട്. അവിടെ പല്ല് പെട്ടെന്ന് വെളിയിൽ വന്നില്ലെങ്കിലും ആ മോണയിൽ പല്ലിൻ്റെ മുളപ്പ് കാണാൻ സാധിക്കും. പിന്നെ രാത്രിയിലിടയ്ക്ക് ഉണരുന്ന ഒരു സ്വഭാവം ഈ പ്രായത്തിൽ കാണിക്കുന്നുണ്ട്. അത് കാരണം ഭക്ഷണത്തിൻ്റെ ക്രമം, അവർക്ക് കൊടുക്കുന്ന സമയം ഇതനുസരിച്ചായിരിക്കും അവർ മൂത്രമൊഴിക്കുകയും ഉണരുകയും ചെയ്യുന്നത്. വീട്ടിൽ എഴഞ്ഞു നടക്കാൻ കുട്ടികൾ തുടങ്ങുന്ന
സമയമാണിപ്പോൾ. അവ കൂടുതൽ സ്വതന്ത്രമായി ഇഴഞ്ഞ് ചുറ്റി നടക്കാറുണ്ട്. പിടിച്ചു നടത്തിയാൽ അവർ നടക്കാനും മടിക്കാറില്ല. ഈ കാലയളവിൽ കുട്ടികൾ കൂടുതൽ കാര്യങ്ങൾ കാണുകയും തൊടുകയും അനുഭവിക്കുകയും ചെയ്യുന്നത് കാരണം അവരുടെ ഉറക്കത്തിൽ അവർ ചിലപ്പോൾ പെട്ടെന്ന് ഉണരുകയും കരയുകയും ചെയ്യാറുണ്ട്. അവർ സ്വപ്നം കാണുകയാണോ എന്താണോ എന്ന് നമുക്കറിഞ്ഞൂടാ. എന്നാലും കൂടുതൽ എക്സ്പോഷർ അവർക്ക് കിട്ടുന്ന ഇതുകൊണ്ടായിരിക്കാം അവർ പെട്ടെന്ന് ഞെട്ടി ഉണർന്ന് കരയുന്നത് എന്ന് നമുക്കിതുവരെ തീർച്ചയായിട്ട് പറയാൻ കഴിയില്ല. 12 തൊട്ട് 14 മണിക്കൂർ വരെ കുട്ടി ആകെ മൊത്തം ഉറങ്ങേണ്ടതാണ് എന്നാണ് കണക്കെങ്കിലും ഓരോ കുട്ടിക്കും ഓരോ കുടുംബത്തിനും അനുസരിച്ച് കുട്ടിയുടെ ഉറക്ക കാലയളവിൽ വ്യത്യാസമുണ്ടാകാം. കുട്ടിയുടെ വൈകാരിക സുരക്ഷിതത്വം ഉറപ്പാക്കാനായി അച്ഛനും അമ്മയും കുട്ടിയുമായി കൂടുതൽ സമയം ചെലവഴിക്കുകയും കുഞ്ഞിന് പല പുതിയ കാര്യങ്ങളും കാണിച്ചു കൊടുക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക. കുഞ്ഞിനൊപ്പം കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുകയും കണ്ണാടിയിൽ കുഞ്ഞിൻ്റെ അമ്മയും കുഞ്ഞിൻ്റെ പേരും പറയുന്നത് വളരെ അർത്ഥവത്തായ ഒരു കാര്യമാണ്. കുട്ടിക്ക് ചിത്രപുസ്തകങ്ങൾ കാണിക്കുകയും അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. ഈ കാലയളവിൽ അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കും. മൃഗങ്ങളുടെ ചിത്രങ്ങളോ ചെടികളുടെ ചിത്രങ്ങളോ പഴങ്ങളുടെ ചിത്രങ്ങളോ കാണിക്കാവുന്നതാണ്. കളർ ചിത്രങ്ങളാണ് അവർക്ക് കൂടുതൽ ഇഷ്ടപ്പെടുക. ഈ കാലയളവിൽ അവരുടെ കളിപ്പാട്ടങ്ങളിലും വളരെ വ്യത്യാസങ്ങൾ വരും. കുറച്ചുകൂടെ വേഗത്തിൽ ചലിക്കുന്നതും കുറച്ചുകൂടെ ശബ്ദമുണ്ടാക്കുന്നതുമായ കളിപ്പാട്ടങ്ങളിൽ അവ ശ്രദ്ധ കൂടുതൽ കേന്ദ്രീകരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഈ കാലയളവിൽ കുഞ്ഞുങ്ങൾ മാതാപിതാക്കളുമായും കൂടുതൽ സമയം വീട്ടിൽ ചെലവഴിക്കുന്ന ബന്ധുക്കളുമായും അടുത്ത് പെരുമാറുന്നതായിട്ട് മനസ്സിലാക്കാം. അവരുടെ സംസാരം ശ്രദ്ധിക്കുകയും കുട്ടി അതിനനുസരിച്ച് ചുണ്ട് ചലിപ്പിക്കാൻ ശ്രമിക്കുന്നതും ഈ കാലയളവിലെ പ്രത്യേകതയാണ്. അവർക്ക് വാക്കുകൾ പറയാനാവില്ലെങ്കിലും വാക്കുകളുടെ ആദ്യാക്ഷരങ്ങൾ പറയാൻ അവർ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. കുഞ്ഞുങ്ങളെ അവരുടെ മുഖത്ത് നോക്കി അവരുടെ പേര് വിളിക്കുന്നതും ഒരു ദിവസം എത്രത്തോളം പ്രാവശ്യം വിളിക്കാമോ അത്രയും പറയുന്നത് നന്നാണ്. നമ്മുടെ പേര് പറഞ്ഞിട്ട് അമ്മ, നമ്മുടെ പേര് പറഞ്ഞിട്ട് അച്ഛൻ എന്ന് പറയുന്നതും അവരെ പഠിപ്പിക്കാൻ പ്രയോഗിക്കാവുന്ന നല്ലൊരു കാര്യമാണ്. പിന്നെ കുട്ടികൾക്ക് കാണാൻ കഴിയാമോ, കേൾക്കാൻ കഴിയുമോ, മണക്കാൻ കഴിയുമോ, രുചിക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യങ്ങളാണ്. അത് നമ്മൾ ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ അവയെല്ലാം തന്നെ ഡോക്ടറുടെ സന്ദർശനം വഴി നിർണയിച്ചതാണ്. 7 തൊട്ട് 9 മാസം വരെയുള്ള കാലയളവിലും അവ കുറേ കൂടെ ബലവത്തായി വികസിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. കാരണം നമ്മുടെ മസ്തിഷ്കവും നമ്മുടെ ശരീരവും ഈ കാലഘട്ടങ്ങളിൽ വളർച്ചയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ച് മണക്കാനും രുചിക്കാനും ശ്രവിക്കാനും കാണാനുമുള്ള ശക്തിയും വർദ്ധിച്ചു വരികയാണെന്ന് നമുക്കറിയാമല്ലോ. സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ ടൈം വിത്ത് എപ്സിയൻ 7 മുതൽ 9 മാസം വരെയുള്ള നാഴികക്കല്ലുകൾ കുഞ്ഞുങ്ങളിൽ ഏതാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ വീഡിയോയിൽ വ്യത്യസ്തമായി കാണുന്നത് കുഞ്ഞ് സംസാരിച്ച് തുടങ്ങാനുള്ള ശ്രമമാണ്. നോർമലായിട്ടുള്ള കുഞ്ഞിൻ്റെ കാര്യമാണത്. ഡെവലപ്മെൻ്റൽ ഡിലേ ഉള്ള കുഞ്ഞുങ്ങൾ CDCയിൽ ദയവായി പോകണം. ഡോക്ടറിൻ്റെ കത്ത് വാങ്ങിയിട്ട് അവിടെ പോയാൽ എല്ലാ കാര്യങ്ങളും എല്ലാ ട്രെയിനിങ്ങും അവിടെ കിട്ടും ഉറപ്പായിട്ട്. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ കൂടെ ഈ സംവാദം കേൾക്കാനായിട്ട് വന്നിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു.
അടുത്ത വെള്ളിയാഴ്ചയും ടൈം വിത്ത് എപ്സിയൻ ന്യൂ ബോൺ ചിൽഡ്രൻ എന്ന പ്രോഗ്രാം കാണാനായിട്ട് നിങ്ങളെല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നു. താങ്ക് യു വെരി മച്ച്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാനിതിവിടെ അവസാനിപ്പിക്കുന്നു.